ഹലോ മക്കളെ, അപ്പോൾ യൂണിറ്റ് ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നേരത്തെ നമ്മൾ കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു ഭാഗം ക്വാണ്ടം നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു 3 ചോദ്യം നമ്മൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ചോദ്യങ്ങളിലേക്ക് പോകാം. ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നിർബന്ധമായിട്ടും ഈ ചാപ്റ്ററിൽ നമ്മൾ എഴുതി പഠിക്കേണ്ട ഒരു സാധനമാണ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ അറിയുന്നത് തന്നെയാണ്. എന്നിരുന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. നോക്കുക, നമ്മൾ ആദ്യം ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്ന സബ്ഷെൽ ഏതാണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഈ ഒരു ഓർഡറിലാണ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുക. ആദ്യം 1s, ദെൻ 1s കഴിഞ്ഞാൽ 2s ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ 2p ഉണ്ട്. ഓക്കെ, പിന്നെ 2p കഴിഞ്ഞാൽ 3s ഉണ്ട്, 3p ഉണ്ട്, 3p മൂന്നാമത്തെ ഷെല്ലിൽ തന്നെ 3d ഉണ്ട്. ഓക്കെ, അപ്പോൾ 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഓക്കെ, 3d കഴിഞ്ഞിട്ട് നമ്മൾ 4s ഉണ്ട്. 4s കഴിഞ്ഞാൽ 4p, 4d, 4fകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ 4s വരെയൊക്കെ മാക്സിമം നമുക്ക് എഴുതാൻ ആവശ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇലക്ട്രോണുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഇലക്ട്രോണുകൾ 1sലേക്ക് കൊടുക്കുന്നു, പിന്നെ 2sലേക്ക് കൊടുക്കുന്നു, പിന്നെ 2p, പിന്നെ 3s, പിന്നെ 3p. വളരെ പ്രധാനപ്പെട്ട ഇവിടുന്ന് ശ്രദ്ധിക്കണം, 3p കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ നിറയേണ്ടത് 4sലാണ്. 4sൽ 2 ഇലക്ട്രോണുകൾ നിറഞ്ഞിട്ട് ഇലക്ട്രോണുകൾ ഏതിലേക്ക് പോകുന്നുള്ളൂ? 3dയിലേക്ക് പോകുന്നുള്ളൂ. അതും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിൻ്റെ കാരണം എന്താ? 4sനേക്കാൾ എനർജി കൂടുതലാണ് ആർക്ക്, അല്ലെങ്കിൽ ഊർജ്ജം കൂടുതലാണ് ആർക്ക് എന്ന് പറയുന്നത് 3dക്ക്. അപ്പോൾ 3dയിലേക്ക് അവസാനമാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണുകൾ ഫില്ലാവുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാമല്ലോ എസ് സബ്ഷെല്ലിൽ എപ്പോഴും 2 ഇലക്ട്രോണുകളാണ് എസ്സിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. പി ആണെങ്കിലോ പിയിൽ 6 ഇലക്ട്രോണുകളെ അക്കോമഡേറ്റ് ചെയ്യുക, ഡി ആണെങ്കിൽ 10 ഇലക്ട്രോണുകളെ അക്കോമഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു 2-3 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. ഇപ്പോൾ ആറ്റോമിക് നമ്പർ 11ൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാം. നോക്കുക, ആദ്യം നമ്മൾ 1s എഴുതുന്നു, 1sൽ 2 എണ്ണം. പിന്നെ നമ്മൾ 2s എഴുതുന്നു, 2sൽ 2 എണ്ണം. പിന്നെ നമ്മൾ 2p എഴുതുന്നു, 2pയിൽ 6 എണ്ണം. ഓക്കെ, അപ്പോൾ ഇവിടെ 10 ഇലക്ട്രോണുകളായി. ഇനി ഒരു ഇലക്ട്രോൺ മാത്രമേ ബാക്കിയുള്ളൂ. അത് നമ്മൾ നേരെ 3sലേക്ക് കൊടുക്കുന്നു, 3s1. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കുക, ജസ്റ്റ് ആറ്റോമിക് നമ്പർ 17 നോക്കാം. ആദ്യം നമ്മൾ 1s എഴുതുന്നു, 1sൽ 2, 2sൽ 2, 2pയിൽ 6. ഇപ്പോൾ 10 ഇലക്ട്രോണുകളായി. ഇനി 3sൽ കൊടുക്കുന്നു, 3sൽ 2 ഇലക്ട്രോണുകൾ. ഇനി 3p ശ്രദ്ധിക്കുക, 3pയിൽ 6 ഇലക്ട്രോണുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ 12 ഇലക്ട്രോണുകളും ഇനി ബാക്കി ഇവിടെ 17 ആകാൻ 5 ഇലക്ട്രോണുകൾ മതി. അപ്പോൾ 3pയിൽ നമ്മൾ 5 ഇലക്ട്രോണുകൾ എന്ന് എഴുതുന്നു. റെഡി. ഇനി ഒറ്റൊന്നുകൂടി നോക്കുക, അറ്റോമിക് നമ്പർ 22 നോക്കുക. ആദ്യം നമ്മൾ 1sൽ 2 കൊടുക്കുന്നു, 2sൽ 2 കൊടുക്കുന്നു, 2pയിൽ 6 കൊടുക്കുന്നു. 2p കഴിഞ്ഞാൽ 3s2 കഴിഞ്ഞാൽ 3p കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, 3p കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോകേണ്ടത് എടുക്കുക 4sലേക്ക്. അപ്പോൾ ഞാനിവിടെ 4sൽ ഇലക്ട്രോണുകൾ എഴുതുന്നു 2 എണ്ണം. അപ്പോൾ കൂട്ടി നോക്കുമ്പോൾ 20 ഇലക്ട്രോണുകളായിട്ടുണ്ട്. ദെൻ ഇനി ഇലക്ട്രോണുകൾ പോകേണ്ടത് 3dയിലേക്കാണ്. അപ്പോൾ ബാക്കി 20ൽ ബാക്കി എത്ര ഉണ്ടാവും? 22 ഉണ്ടല്ലോ ടോട്ടല്. അപ്പോൾ 2 എണ്ണം ബാക്കി ഉണ്ടാവും. അത് നമ്മൾ 3dയിൽ കൊടുക്കുന്നു. ഇങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ തന്നെ പറയുകയാണ്, സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ പ്രത്യേകത ഉള്ള പെക്യുലിയാരിറ്റി ഉള്ള 2 ആറ്റങ്ങളുണ്ട്. ഒന്ന് ക്രോമിയം ഉണ്ട്, ഒന്ന് കോപ്പർ. അറ്റോമിക് നമ്പർ 24 ഉണ്ട്, അറ്റോമിക് നമ്പർ 29 ഉണ്ട്. ഓക്കെ, ഇത് രണ്ടിൻ്റെയും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1s2, 2s2, 2p6, 3s2, 3p6. ഓക്കെ, 3d എഴുതുന്നു, 4s എഴുതുന്നു. നമ്മൾ 2 ഇലക്ട്രോണുകൾ 3dയിലേക്ക് കൊടുത്താൽ ബാക്കി 4 ഇലക്ട്രോണുകളാണ് ഇവിടെ വരേണ്ടത്. പക്ഷേ എപ്പോഴും ശ്രദ്ധിച്ചു വെക്കുക, 3dയിൽ 4 ഇലക്ട്രോണുകൾ വരുന്ന ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുന്നില്ല. കാരണം എന്താ വെച്ചാൽ 3dയിൽ 5 ഇലക്ട്രോണുകൾ വന്നാൽ ഇതിനേക്കാൾ കൂടുതൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരത ആ ആറ്റത്തിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ 4s എന്നൊരു ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കുന്നു, അത് 3d5 ആകുന്നു. അപ്പോൾ ഇവിടെ എന്താകുന്നു? 4s1 ആകുന്നു. അങ്ങനെയാണെങ്കിൽ കോപ്പറിൻ്റെ എഴുതുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 3d9 എന്നാണ് ശരിക്ക് കിട്ടേണ്ടത്. പക്ഷേ 4s എന്നൊരു ഇലക്ട്രോണിനെ കൊടുത്തിട്ട് 3d എന്താക്കുന്നു? 3d10ഉം 4s1 ആക്കുന്നു. ഇത് രണ്ടുമാണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കറക്റ്റ് അല്ലെങ്കിൽ പ്രോപ്പർ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സ്റ്റേബിൾ അല്ലെങ്കിൽ സ്ഥിരതയുള്ള ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്.
റെഡിയാണല്ലോ. ഇതിൻ്റെ എന്താ പറയുക റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം അറേഞ്ച്മെൻറ്റ്. നോക്കുക, 3Dയിൽ 5 ഇലക്ട്രോണുകൾ എന്ന് പറയുമ്പോൾ 3D പകുതി നിറഞ്ഞിട്ടുണ്ട്. 3Dയിൽ 10 ഇലക്ട്രോണുകൾ എന്ന് പറയുമ്പോൾ 3D ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ പകുതി അല്ലെങ്കിൽ ഹാഫ് ഫില്ലാവുകയോ അല്ലെങ്കിൽ ഫുള്ള് ഫില്ലാവുകയോ എന്ന സമയത്ത് 3Dക്ക് അല്ലെങ്കിൽ ആ ആറ്റത്തിന് എന്ത് കിട്ടുന്നു? ഒരു സ്റ്റെബിലിറ്റി, മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു സ്ഥിരത കിട്ടുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്. സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 3Dയിൽ 4 ഇലക്ട്രോണുകൾ വരുന്ന ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷനും 9 ഇലക്ട്രോണുകൾ വരുന്ന കോൺഫിഗറേഷനും നിങ്ങൾ അറിയാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് 4s എന്നൊരു ഇലക്ട്രോണിനെ കൊടുത്തിട്ട് 3D5 3D10 ആക്കിയിട്ട് 4sൽ 1 ഇലക്ട്രോൺ ആക്കിയിട്ട് മാറ്റുക. ഇത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്ന ഒരു മെത്തേഡ്. ഓക്കെ, ഇനി ഇങ്ങനെ എഴുതിയ ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ നിന്ന് ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ നിന്ന് ആ ആറ്റം അടങ്ങിയിരിക്കുന്ന ബ്ലോക്ക് ഏതാണ് എന്നും പീരീഡ് ഏതാണ് എന്നും ഗ്രൂപ്പ് ഏതാണ് എന്നും ചോദിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുന്ന് എന്തായാലും നിങ്ങളോടൊരു ചോദ്യം ഉണ്ടാകും, ശ്രദ്ധിക്കാം. ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ, ശ്രദ്ധിക്കട്ടെ, ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ആകുന്ന ഏതിലേക്കാണോ, ഏത് സബ്ഷെല്ലിലേക്കാണോ ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് അത് ആയിരിക്കും അതിൻ്റെ ബ്ലോക്ക്. ഓക്കെ, പീരീഡ് നമ്പർ എന്ന് പറയുന്നത് ആ ആറ്റത്തിന് ആകെ എത്ര ഷെല്ലുകളുണ്ടോ അല്ലെങ്കിൽ ആ ആറ്റത്തിൻ്റെ ഷെൽ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക? പീരീഡ് നമ്പർ എന്ന് പറയാം. ഗ്രൂപ്പ് നമ്പർ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ശ്രദ്ധിക്കുക, ഒരാറ്റം എസ് ബ്ലോക്കിലാണെങ്കിൽ, ശ്രദ്ധിക്കട്ടോ, എസ് ബ്ലോക്കിലാണെങ്കിൽ ആ എസിൻ്റെ മുകളിലുള്ള നമ്പർ എന്താണോ അവസാനത്തെ എസ് കേട്ടോ, ശ്രദ്ധിക്കണം, അവസാനത്തെ എസിൻ്റെ മുകളിലുള്ള നമ്പർ ആയിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. പി ബ്ലോക്ക് ആണെങ്കിൽ അവസാനത്തെ പീൻ്റെ നമ്പറിലുള്ള മുകളിൽ ഉള്ള നമ്പറിലേക്ക് ഒരു 12 കൂട്ടി കൊടുത്താൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഇനി ഡി ബ്ലോക്ക് ആണെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് ഇലക്ട്രോൺ ഡിയിലേക്കാണ് പോയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഡീൻ്റെ മേലെ ഒരു ഇലക്ട്രോണുകളുടെ എണ്ണം ഉണ്ടാവും. ആ ഡീൻ്റെ മേലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിലേക്ക് അതിൻ്റെ അപ്പുറത്ത് 3Dൻ്റെ അപ്പുറത്ത് എന്തായാലും 4s ഉണ്ടാവും. സോ ആ 4sലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം തമ്മിൽ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പോൾ നോക്കുക, ഈ എസ് ബ്ലോക്കിലാണെങ്കിൽ ശ്രദ്ധിക്കുക, എസ് ബ്ലോക്ക് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. എസ് ബ്ലോക്കിലാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ളത് ഗ്രൂപ്പ് നമ്പറാണ്. പി ബ്ലോക്കിലാണെങ്കിൽ അതിൻ്റെ പിയിലെ മുകളിലേക്ക് 12 നമ്മൾ ചേർത്ത് ആഡ് ചെയ്യുന്നു. ഡി ബ്ലോക്ക് ആണെങ്കിൽ ഡീൻ്റെ മുകളിലുള്ളതിലേക്ക് അതിൻ്റെ അപ്പുറത്തുള്ള 4sലെ ഇലക്ട്രോണുകൾ കൂടി ആഡ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് കിട്ടുന്നു? ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നു. ശ്രദ്ധിക്കുക, ബ്ലോക്ക് കാണാൻ അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ എന്ന് നോക്കുക, പീരിയഡ് കാണാൻ എത്ര ഷെല്ലുകളുണ്ട് എന്ന് നോക്കിയാൽ മതി, ഗ്രൂപ്പ് നമ്പർ കാണാൻ നമ്മൾ ആ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നോക്കേണ്ടത്. നോക്കുക, ആ എസ് ആണെങ്കിൽ അതിൻ്റെ മുകളിലുള്ളത്, പി ആണെങ്കിൽ മുകളിലുള്ളത് പ്ലസ് 12, ഡി ആണെങ്കിൽ ഡീൻ്റെ മുകളിലുള്ളത് പ്ലസ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള എസ്സിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാൻ നോക്കുക. ഒന്നുകൂടി നോക്കുക, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ അറിയണം, അതിൽ ക്രോമിയം കോപ്പറിൻ്റെ പെക്യൂലിയാരിറ്റി അറിയണം, ദെൻ ബ്ലോക്ക് കണ്ടെത്താൻ അറിയണം, പീരിയഡ് നമ്പർ കണ്ടെത്താൻ അറിയണം, ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ അറിയണം. ഓക്കെ, ഇനി നമ്മൾ ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കണ്ടൻറ്റുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഒരു മൂലകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ, ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ 22 നമ്മൾ അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. നോക്കിയോളി, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് വളരെ കൃത്യമായിട്ട് എഴുതാമല്ലോ. ആദ്യം നമ്മൾ 1s എഴുതുന്നു, 1s2, ദെൻ 2s2, പിന്നെ എന്ത് എഴുതുന്നു 2p6, പിന്നെ 3s2, പിന്നെ 3p6. ഓക്കെ, ഇതുവരെ 18 ഇലക്ട്രോണുകളായി. ദെൻ 3p6 കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ പോകേണ്ടത് 4sലേക്ക്. അപ്പോൾ 4sൽ 2 എണ്ണം, അപ്പോൾ 20 ഇലക്ട്രോണുകളായി. അത് കഴിഞ്ഞിട്ട് 3Dയിലേക്ക് വരുന്നു. അപ്പോൾ 22 അറ്റോമിക് നമ്പർ. ഇതിപ്പോൾ ടോട്ടൽ നമ്മൾ കൂട്ടുന്ന സമയത്ത് 20 ആയി. സോ ബാക്കിയുള്ള 2 ഇലക്ട്രോണുകൾ 3Dയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ റെഡി, ഒന്നാമത്തെ ആൻസർ കിട്ടി. ഇനി നോക്കുന്നത് വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ് ടു എന്നാണ്. ഇത് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു എന്നാ. പീരിയോഡിക് ടേബിളിന് 18 ഗ്രൂപ്പുകളുണ്ട്, അതിൽ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നതെന്ന്. അപ്പോൾ ഇവിടെ നോക്കി, ഇതിൽ അവസാനത്തെ ഇലക്ട്രോൺ പോയത് 4sലേക്കാണോ? ഇവിടെയാണ് എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരിക. അവസാനം നമ്മൾ 4s കാണുന്നു, അത് എസ് ബ്ലോക്ക് ആണെന്ന് എഴുതുന്നു, അങ്ങനെയല്ല. നോക്കുക, 4s ആണ് അവസാനം ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ഇലക്ട്രോൺ അവസാനം പോയത് ഏതിലേക്കാണ്? 3Dയിലേക്കാണ്. പഠിച്ചു വെക്കണം. 3D ഉണ്ടെങ്കിൽ 3Dയിലേക്കാണ് ലാസ്റ്റ് പോയിട്ടുണ്ടാവുക. അപ്പോൾ അത് ഡി ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കാണാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കാണാനിതാ, ഡീൻ്റെ മുകളിലുള്ള
ആ ഇലക്ട്രോണുകളുടെ എണ്ണത്തിലേക്ക് എസിൻ്റെ മുകളിലുള്ള ഇലക്ട്രോണുകൾ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ നോക്കി, ഇതാ ഡീൻ്റെ മുകളിൽ 2 ഇലക്ട്രോണ്, ഇതാ എസിൻ്റെ മുകളിൽ 2 ഇലക്ട്രോണ്, ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഗ്രൂപ്പ് നമ്പർ 4 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ 4 എന്ന് കിട്ടും. റെഡി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ശ്രദ്ധിച്ചോളി, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് കാര്യങ്ങൾ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനുണ്ടാവും. അപ്പോൾ അത് കൃത്യമായി വായിച്ചിട്ട് ഏതാണ് ഓപ്ഷൻ എന്ന് സെലക്ട് ചെയ്ത് മനസ്സിലാക്കണം. നോക്കാം, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ തരികയാണ്. അതിൽ അതാ ശ്രദ്ധിക്കേണ്ട ഇതാണ്, അറ്റോമിക് നമ്പർ 24 എന്ന് പറയുന്ന ഒരു മൂലകത്തിനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചോളി, 24 അറ്റോമിക് നമ്പറുള്ള ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 3d4 4s2. ലാസ്റ്റ് ശ്രദ്ധിക്കട്ടോ, 3d4 4s2 എന്ന് തന്നിട്ടുണ്ട്. ഇത് ശരിയാണോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഒരു പ്രസ്താവന തന്നത് ശരിയാണോ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്തിലേക്ക് പോവാം. നോക്കി, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ, 24ൻ്റെ അറ്റോമിക് നമ്പർ എഴുതുമ്പോൾ 3d4 4s2 എന്നാണ് കിട്ടുക. പക്ഷെ അങ്ങനെയാണോ അതിനെ എഴുതാറുള്ളത്? എപ്പോഴും മനസ്സിലാക്കി വെക്കുക, 3Dയിൽ 4 ഇലക്ട്രോണുകളുള്ള ഇലക്ട്രോൺ വിന്യാസം ഉണ്ടാവില്ല. അത് നേരെ സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ട് 4s എന്നൊരു ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് അത് 5 ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രോൺ വിന്യാസം എഴുതിയത് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? തെറ്റാണെന്ന് കിട്ടി. പ്രസ്താവന 1 തെറ്റാണ്. ഓക്കെ, ഇനി പ്രസ്താവന 2ലേക്ക് പോവാം. നോക്കി, ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ദ ഡി സബ്ഷെല്ല്. ഓക്കെ, അവസാനത്തെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഡി സബ്ഷെല്ലിലാണ്. അത് കറക്റ്റ് ആണല്ലോ. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ഇത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. 3p കഴിഞ്ഞാൽ ഇലക്ട്രോൺ 4sലേക്ക് പോകും. 4s കഴിഞ്ഞിട്ടാണ് എവിടേക്ക് പോവുക? 3Dയിലേക്ക് പോവുക. അപ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ പോകുന്നത് ഡിയിലേക്കാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാണ്. ഓക്കെ, ഇനി അടുത്തത്, ദ എൽ വാല്യൂ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തതാണ്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ നോക്കാം. ദ എൽ വാല്യൂ ഓഫ് ദ സബ്ഷെൽ വെർ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ഈസ് 1. ലാസ്റ്റ് ഇതൊക്കെ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ലിൻ്റെ എല്ലിൻ്റെ വില 1 ആണ്. അപ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ പൂരണം ചെയ്തത് നോക്കി 3Dയിലേക്കാണ്. 3Dൻ്റെ നോക്കി, ഡീൻ്റെ എല്ലിൻ്റെ വില 1 ആണോ? അല്ല. എല്ലിൻ്റെ വില 0 ആണെങ്കിൽ അത് എസ്, 1 ആണെങ്കിൽ അത് പി, ദെൻ 2 ആണ് വരിക. ഡി ആവുമ്പോൾ എന്താ വരിക? 2 ആണ് വരിക. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ക്വാണ്ടം നമ്പറുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് കിട്ടുന്നു. നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ് 4 കൃത്യമായി വായിക്കുക. ദ സബ്ഷെൽ കണ്ടെയ്നിങ് ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഹാസ് 5 ഓർബിറ്റൽസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ബാഹ്യതമ ഇലക്ട്രോൺ നോക്കി, ബാഹ്യതമ ഇലക്ട്രോൺ ഉൾപ്പെടുന്ന സബ്ഷെല്ലിൽ 5 ഓർബിറ്റലുകളുണ്ട്. ബാഹ്യതമ ഇലക്ട്രോണുകൾ ഉൾപ്പെടുന്ന സബ്ഷെല്ലിൽ 5 ഓർബിറ്റലുകളുണ്ട്. അപ്പോൾ ബാഹ്യതമ അല്ലെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺ ഉൾപ്പെടുന്നത് ഏത് സബ്ഷെല്ലിലാണ്? 3D എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ്. അവസാനത്തെ ഇലക്ട്രോൺ പോയത് 3Dയിലേക്കാണ്. ഡിക്കാണെങ്കിൽ നമുക്കറിയാം, ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോണുകളാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചോദിച്ചത് ഓർബിറ്റലാണ്. അപ്പോൾ ഡിക്ക് ഉണ്ടാകുന്ന ഓർബിറ്റൽ എത്രയായിരിക്കും? 5 ഓർബിറ്റലുകളായിരിക്കും. അപ്പോൾ അത് കറക്റ്റാണല്ലോ. ഔട്ടർ മോസ്റ്റ് ബാഹ്യതമ ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്ന ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിന് 5 ഓർബിറ്റലുകളാണുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 4 എന്താണ്? ശരിയാണ്. ഓക്കെ, അപ്പോൾ നോക്കി, സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണെന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 3 തെറ്റാണെന്ന് കിട്ടുന്നു, റോങ് ആണെന്ന് കിട്ടുന്നു. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഓപ്ഷനെ തിരഞ്ഞെടുക്കണം. ഓക്കെ, അപ്പോൾ നോക്കി, സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 3ഉം നോട്ട് കറക്റ്റ്, ബട്ട് 2ഉം 4ഉം എന്താണ്? കറക്റ്റാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അപ്പോൾ നോക്കുക, ഒരൊറ്റ മാർക്കിൻ്റെ ചോദ്യമാണത്. ഈ ഒരു മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് മാത്രമല്ല, ഈ ക്വസ്റ്റ്യനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഓരോന്നും വായിച്ച് പിന്നീട് ഓപ്ഷനൊക്കെ എത്തിയിട്ട് മാത്രമേ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോളി, ഒരാറ്റത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അവസാനിക്കുന്നത് 3d5 4s2 എന്ന് പറയുന്നിടത്താണ് എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. സോ വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ? ഇതിൻ്റെ അറ്റോമിക് നമ്പർ എത്ര എന്നുള്ളതാണ് ചോദ്യത്തിൽ ചോദിക്കുന്നത്. വളരെ ഈസിയാണ്. നോക്കി, അറ്റോമിക് നമ്പർ കാണാൻ ഈ ഇലക്ട്രോണുകൾ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്താൽ മതി. 2 + 2 4, 4 + 6 10 ആയി, ദെൻ 12, ദെൻ 18, ദെൻ 20, ദെൻ 25. സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. 25 ഈസ് ദ അറ്റോമിക് നമ്പർ.
ഓക്കെ. ദെൻ എക്സ് ഉൾപ്പെടുന്ന ഗ്രൂപ്പ്, എക്സ് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ എക്സ് ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ള ചോദ്യം നോക്കി. ഇത് 3D ആണല്ലോ. ഡി ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഗ്രൂപ്പ് നമ്പർ കാണാൻ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് നമ്പർ കാണാൻ ഇതാ ഈ ഡീൻ്റെ മുകളിലുള്ളതിലേക്ക് ഫോറസ്റ്റിൻ്റെ മുകളിലുള്ളതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഡീൻ്റെ മേലെ എത്ര ഉണ്ട്? 5 ഉണ്ട്. ഫോറസ്റ്റിൻ്റെ മേലെ എത്ര ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ 5 + 2 എത്ര കിട്ടും? 7 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ അടുത്ത് നോക്കുക 7th വൺ. എൻ എലമെൻറ്റ് എ ബിലോങ് ടു 4th പീരിയഡ്. ശ്രദ്ധിക്കണം കേട്ടോ. എ എന്ന് പറയുന്ന ഒരു മൂലകം നോക്കി, എ എന്ന് പറയുന്ന ഒരു മൂലകം 4ാമത്തെ പീരിയഡിൽ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു സാധനം, 4ാമത്തെ പീരിയഡിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ആറ്റത്തിന് 4 ഷെല്ലുകളുണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. 4 ഷെല്ലുകൾ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഷെല്ലുകളുടെ എണ്ണമാണ് പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആറ്റത്തിന് 4 ഷെല്ലുകളുണ്ട്. ഓക്കെ, ഇനി ബാക്കി വായിക്കുക. ഇറ്റ് ഹാസ് 3 ഇലക്ട്രോൺ. ഇറ്റ്സ് 3D സബ്ഷെല്ല്. 3D എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 3 ഇലക്ട്രോണുകളുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ഇത് രണ്ടും വെച്ചിട്ട് ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതി നോക്കാം. നോക്കി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 4 പീരിയഡുകളുണ്ട്, അല്ലെങ്കിൽ 4ാമത്തെ പീരിയഡിലാണ് 4 ഷെല്ലുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ്റെ അവസാനം 4 എന്ന ഷെല്ല് അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത്, അല്ലെങ്കിൽ 3Dയിൽ 3 ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോറസ് ആണെങ്കിൽ ഇതിൻ്റെ മുമ്പിലായിരിക്കും ആരുണ്ടാവുക? 3D ഉണ്ടാവുക. അവിടെ 3 ഇലക്ട്രോണുകൾ ഉണ്ട് എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ സ്വാഭാവികമായിട്ട് ഫോറസ്റ്റിൽ എത്രണ്ണേ കൊള്ളുള്ളൂ? 2 ഇലക്ട്രോണുകൾ അക്കോമഡേറ്റ് ചെയ്യും. അപ്പോൾ 3D3 4s2 എന്ന് കിട്ടി. പിന്നെ ഇതിൻ്റെ മുന്നേ നമുക്ക് ഫില്ല് ചെയ്യാം 1s2 2s2 2p6 3s2 3p6 3d3 4s2. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത് നോക്കി. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ് ബിലോങ് ടു ദ ബ്ലോക്ക് ടു വിച്ച് എ ബിലോങ്. ഈ എ എന്ന് പറയുന്ന മൂലകം എലമെൻറ്റ് ഏത് ബ്ലോക്കിലാണോ ഉൾപ്പെടുന്നത് അതല്ല ചോദ്യം. പക്ഷെ നമുക്ക് നോക്കാം ഏത് ബ്ലോക്കിലാണ്. എന്താ നോക്കി, അവസാനത്തെ ഇലക്ട്രോൺ ഫോറസ്ക്ക് പോയിട്ട് 3Dക്കാണല്ലോ വന്നത്. അപ്പോൾ ഇത് ഏത് ബ്ലോക്കിലാണ് നമുക്ക് കിട്ടി? ഇത് ഏത് ബ്ലോക്കിലാണ്? ഡി ബ്ലോക്കിലാണ്. ഡി ബ്ലോക്ക് മൂലകത്തിൻ്റെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടി എഴുതുക എന്നുള്ളതാണ് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, ഡി ബ്ലോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രോപ്പർട്ടികൾ പഠിച്ചു വെച്ചോളി. ഒന്ന്, ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. രണ്ടാമത്തത്, ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്. ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ഈ 2 ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 2 പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. രണ്ടാമത്തത്, ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, ആണെങ്കിൽ പിന്നെ ഗ്രൂപ്പിലും പീരിയഡിലും ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു എന്നൊക്കെ ഒരുപാട് പ്രോപ്പർട്ടീസുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യം നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, വളരെ കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ദ ആറ്റംസ് ഓഫ് എലമെൻറ്റ് എ ആൻഡ് ബി ഈച്ച് ഹാവ് 3 ഷെൽ. രണ്ടും ശ്രദ്ധിക്കണ്ടോ. എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്, ഇതിന് 3 ഷെല്ലുണ്ട്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്, ഇതിനും എന്തുണ്ട്? 3 ഷെല്ലുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നു എ ബിലോങ് ടു ഗ്രൂപ്പ് 13. ഓക്കെ, എ എന്ന് പറയുന്നത് എത്രാമത്തെ ഗ്രൂപ്പിലാണ്? 13th ഗ്രൂപ്പിലാണ്. ബി എന്ന് പറയുന്നത് 16th ഗ്രൂപ്പിലാണ്. ബിയുടെ ഗ്രൂപ്പ് നമ്പർ എന്താണ്? ബിയുടെ ഗ്രൂപ്പ് നമ്പർ 16th ആണ്. ഇത് രണ്ടുമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എക്ക് 3 ഷെല്ലുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ടത് എ 3ാമത്തെ പീരിയഡിലാണ് എന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ പീരിയഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും നമ്മൾ ഇതുവരെ ചെയ്തത് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയിട്ട് നമ്മൾ പീരിയഡ് കണ്ടെത്തുന്നു, ഗ്രൂപ്പ് കണ്ടെത്തുന്നു. ഇവിടെ ചോദ്യം വരുന്നത് പീരിയഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും തന്നിട്ട് നമ്മളോട് എന്ത് എഴുതാൻ പറയുന്നു? സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറയുന്നു. ഓക്കെ, നോക്കാം. ഇതിൻ്റെ 2 സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? ശ്രദ്ധിച്ചോളി. 3ാമത്തെ ഷെല്ല് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ അവസാനം 3 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് 3 ഷെല്ലുകളാണല്ലോ അതിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അവസാനം നമ്മൾ 3 ഇടുന്നു. റെഡി? അപ്പോൾ 3 ഇടുന്നു. ഓക്കെ, ദെൻ ഇനി ഗ്രൂപ്പ് നമ്പർ 13 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഗ്രൂപ്പ് നമ്പർ 13 എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് 13 to 18 അത് ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്കാണ്. പി ബ്ലോക്ക്. അപ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ പോയിട്ടുണ്ടാവുക ഏത് സബ്ഷെല്ലിലേക്കായിരിക്കും? പി സബ്ഷെല്ലിലേക്കായിരിക്കും. അപ്പോൾ 3ൻ്റെ കൂടെ നമ്മൾ എന്തിടുന്നു? പി ഇടുന്നു. ഇത് ഗ്രൂപ്പ് 16 ആണല്ലോ, ഗ്രൂപ്പ് 16. അപ്പോൾ നമുക്ക് ഇതും 13 to 18 പി ബ്ലോക്കാണ്. അപ്പോൾ ഇതിൻ്റെ അവിടെ നമുക്ക് എന്തിടാം? പി എന്നിടാം. അപ്പോൾ 3p ആണ് ഇതിൻ്റെ അവസാനം ഉണ്ടാവുകയെന്ന് കിട്ടി. ഓക്കെ, ഇനി ഗ്രൂപ്പ് നമ്പർ എത്രയാണ്?
13 ആണ്. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കാണാൻ അതിൻ്റെ മുകളിൽ എത്ര ഉണ്ടോ അതിക്ക് നമ്മൾ എന്ത് കൂട്ടിയാൽ മതി, 12 ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അങ്ങനെ 12 ആഡ് ചെയ്തിട്ട് കിട്ടിയതാണ് ഈ 13 എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ ഈ 13 നമ്മൾ ഈ 12 കുറച്ചാൽ ഇവിടെ 3p1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 16 ആ 12 കുറക്കുന്നു. അപ്പോൾ ഇവിടെ 3p എന്ത് കിട്ടുന്നു, 4 എന്ന് കിട്ടുന്നു. ഒന്ന് നോക്കി, ഇതാണല്ലോ 3pൻ്റെ മേലെ 1 ആണ്, അതിക്ക് 12 കൂട്ടി ഗ്രൂപ്പ് നമ്പർ 13. കറക്റ്റാണ്. ഓക്കെ, 3pൻ്റെ മുകളിൽ 4 ആണ്, ആ 4ക്ക് 12 കൂട്ടി ഗ്രൂപ്പ് നമ്പർ 16 എന്ന് കിട്ടി. ഇത് കിട്ടിയാൽ പിന്നെ ബാക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 1s2 കിട്ടുന്നു, 2s2 കിട്ടുന്നു, 2p6 ഉണ്ട്, 3s2 ഉണ്ട്, 3p4 ഉണ്ട്. അപ്പോൾ ഇവിടെ ചെയ്താൽ 1s2, 2s2, 2p6, 3s2. റെഡി. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സാധാരണ ഒരു അറ്റോമിക് നമ്പർ തന്നിട്ട് ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും തന്നിട്ട് തിരിച്ച് നമ്മളോട് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറയുന്ന ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്, ശ്രദ്ധിച്ചു വെക്കാം. ഓക്കെ, ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കുക. വിച്ച് ബ്ലോക്ക് ഡു ദിസ് ടു, അതാ ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ എയുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ മാത്രമാണ് എഴുതാൻ പറയുന്നത്. നമ്മൾ രണ്ടും എഴുതിയിട്ടുണ്ട്, 2 എഴുതാനും നമുക്കറിയണം. ഓക്കെ, ഇനി വിച്ച് ബ്ലോക്ക് ഡു ദിസ് 2 എലമെൻറ്റ് ബിലോങ് ടു എന്നാണ്. ഇത് ഏത് ബ്ലോക്കിലാണ് ഈ രണ്ടാളുകൾ പെടുക എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. എന്താ, ലാസ്റ്റ് ഇലക്ട്രോൺ പോയത് പിയിലാണ്, ലാസ്റ്റ് ഇലക്ട്രോൺ പോയത് പിയിലാണ്. അപ്പോൾ രണ്ടാളും പെടുന്ന ബ്ലോക്ക് ഏതാണ്, പി ബ്ലോക്ക്. അത് കിട്ടി. ഇനി മറ്റൊരു ചോദ്യം നോക്കിയോളി. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ ഇൻ ഇറ്റ്സ് ക്ലോറൈഡ് കോമ്പൗണ്ട്. എ എന്ന് പറയുന്ന ഒരാൾ ഒരു ക്ലോറൈഡ് ഉണ്ടാക്കിയാൽ, എന്താ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ക്ലോറിനുമായിട്ട് കൂടിച്ചേർന്നിട്ടുണ്ടാവുന്ന കോമ്പൗണ്ടിനെയാണ് എന്ത് പറയുക, ക്ലോറൈഡുകൾ എന്ന് പറയാം. അങ്ങനെ എ എന്ന് പറയുന്ന ഒരാൾ ക്ലോറൈഡ് ഫോം ചെയ്താൽ എയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഥവാ ഓക്സീകരണാവസ്ഥ എന്തായിരിക്കും? ഇത് ചോദ്യം, ഇത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. എങ്ങനെയാണ് ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാം? ഒന്ന് നോക്കിയോളൂ. ഇതിൻ്റെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? എല്ലാവരും തെറ്റിക്കണതാണ്. അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ 1 എന്ന് പറയും ഒറ്റയടിക്ക്. അല്ല, അവസാനത്തെ സബ് ഷെല്ലാണത് കേട്ടോ. ഇത് അവസാനത്തെ സബ് ഷെല്ലാണ്. അപ്പോൾ ആ സബ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അവസാനത്തെ ഷെല്ലാണ്. ഷെല്ല് എന്ന് പറയുമ്പോൾ ഇത് 3 ആണ്, ഇതും 3 ആണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ലാസ്റ്റിലെ 8 ഇലക്ട്രോണുകളാകുമ്പോഴാണ് അത് സ്ഥിരത കിട്ടുക. അപ്പോൾ അവസാനത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോണുകളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് സ്റ്റെബിലിറ്റി, സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ട് ആ 3 ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു, ഡൊണേറ്റ് ചെയ്തു, വിട്ടുകൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3. ദെൻ വിട്ടുകൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് വിട്ടുകൊടുക്കുമ്പോൾ അതിന് കിട്ടുന്ന ചാർജ് പ്ലസ്. അപ്പോൾ +3 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക. അപ്പോൾ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ ആൻസറായിട്ട് നമ്മൾക്ക് എന്ത് കിട്ടുന്നു, +3 കിട്ടുന്നു. റെഡി ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറുതെ ഇതിൻ്റെ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര ഉണ്ടാവും പറയും? പെട്ടെന്ന് നോക്കിയോളൂ. ഇവിടെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് നോക്കുന്നു. അപ്പോൾ ഇവിടെ അവസാനത്തെ ഷെല്ലിൽ 4 എന്ന് എഴുതി വെക്കരുത്. ഇത് അവസാനത്തെ സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളാണ്. സോ അവസാനത്തെ ഷെല്ലിൽ ആകെ ഈ 3 ഫുള്ള് കംപ്ലീറ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ 2ഉം 4ഉം ആകെ എത്ര ഇലക്ട്രോൺ കിട്ടുന്നു? 6 ഇലക്ട്രോൺ കിട്ടുന്നു. 6 ഇലക്ട്രോണുകളാണ് അവസാനത്തെ ഷെല്ലിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് 2 ഇലക്ട്രോണുകൾ എന്താണ് ചെയ്യുക, വാങ്ങുകയാണ് ചെയ്യുക, സ്റ്റെബിലിറ്റി കിട്ടാൻ 8 ആക്കാൻ വേണ്ടിയിട്ട്. 6 വിട്ടുകൊടുക്കുന്നതിന് പകരം 2 ഇലക്ട്രോണിനെ വാങ്ങുന്നു. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എഴുതാം 2. പക്ഷേ അത് വാങ്ങുന്നതായതുകൊണ്ട് അതിന് പ്ലസ് അല്ല ഉണ്ടാവുക, അതിന് മൈനസ് ആയിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3, ബി എന്ന് പറയുന്നതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ചോദ്യത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് പോകണം. ഓക്കെ ആണല്ലോ? റെഡി. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ഇലക്ട്രോൺ കോൺഫിഗറേഷനും അതുമായി ബന്ധപ്പെട്ട ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണ്, ക്രോമിയം കോപ്പറിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക, ദെൻ അത് വെച്ചിട്ട് ബ്ലോക്ക്, പീരീഡ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുക, അതുമായി ബന്ധപ്പെട്ട ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടെത്തുക, ഈ കാര്യങ്ങളൊക്കെയാണ് ഇത്രയും ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.